നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. കൂടുതലായിട്ടും ഏപ്രിൽ മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾ മുടങ്ങാതെ കണ്ടോളൂ. മാക്സിമം ഡെയിലി ഞാൻ ക്ലാസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സ് 2026 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും അതിൽ ഓർഡറിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലാസിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതിന്റെ ഉത്തരം കൂടി നിങ്ങൾ താഴെ കമന്റ് ചെയ്തേക്കാം. കഴിഞ്ഞ ക്ലാസിന്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാതുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കൂ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം കുറച്ച് കൃതികളാണ്. പ്രധാനപ്പെട്ട കൃതികളും അതിന്റെ രചയിതാക്കളും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെ സാഹിത്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ നോക്കിയിരിക്കണം. ആദ്യം കുറച്ച് കൃതികൾ പരിചയപ്പെടാം. ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? M. മുകുന്ദനാണ്. ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? M. മുകുന്ദൻ. ഈ കൃതിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഒരു നോൺ വെജ് പ്രണയ കഥ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ നോവൽ വ്യത്യസ്തമായ ആഖ്യാന ശൈലി കൊണ്ട് ശ്രദ്ധേയമാണ്. ഇത്രയും ഒന്ന് ഓർത്താൽ മതി. ഒരു നോൺ വെജ് പ്രണയ കഥ എന്നാണ് ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന നോവൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. M. മുകുന്ദനാണ് ഇതിന്റെ രചയിതാവ്. അടുത്തത് മായാ മനുഷ്യർ. ഇത് പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. മായാ മനുഷ്യർ N. പ്രഭാകരനാണ് രചിച്ചിരിക്കുന്നത്. ഈ കൃതിക്കാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാള വിഭാഗത്തിൽ നിന്നും 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? N. പ്രഭാകരൻ രചിച്ച മായാ മനുഷ്യർ എന്ന കൃതിയാണ്. സമകാലിക മലയാള സാഹിത്യത്തിലെ സുപ്രധാന കൃതികളിൽ ഒന്നായ ഇത് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്തത് TD രാമകൃഷ്ണന്റെ കാലം, ലോഹം, കലകം എന്ന കൃതി ഓർത്തോണേ. കാലം, ലോഹം, കലഹം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? TD രാമകൃഷ്ണൻ. ഈ ഒരു കൃതി പുറത്തിറങ്ങിയത് 2026 2026 മാർച്ച് മാസമാണ് ഈ ഒരു പുസ്തകം പുറത്തിറങ്ങിയത്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഏത്? കാലം, ലോഹം, കലഹം. കാലം, ലോകം, കാലം, ലോകം, കലഹം എന്നത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ച് ഉള്ള ഇദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളാണ് ഈ ഒരു കഥാസമാഹാരത്തിൽ അല്ലെങ്കിൽ ലേഖനങ്ങളുടെ സമാഹാരത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോ 3 കൃതികൾ പറഞ്ഞു. ഒന്ന് ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം M. മുകുന്ദൻ, രണ്ടാമത്തത് മായാ മനുഷ്യർ N. പ്രഭാകരൻ, മൂന്നാമത്തത് കാലം, ലോകം, കലഹം TD രാമകൃഷ്ണൻ. ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നാഷണൽ ടെക്നോളജി ഡേ എന്നാണ്? ദേശീയ സാങ്കേതിക ദിനം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാ ദിനം എന്നാണ്. മെയ് മാസത്തിലെ ഒരു ഡേറ്റ് ആണ്. താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോ 3 ക്വസ്റ്റ്യൻസും കിട്ടിയല്ലോ. ഇനി ഈ ക്ലാസിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്തേക്കാം. അതിന്റെ PDF ഞാൻ എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം. അടുത്തതും ഒരു കൃതിയാണ്. പ്രധാനപ്പെട്ട കൃതി VD സതീശൻ, കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയായ VD സതീശന്റെ കൃതിയാണ് ആദം നീ എവിടെയാകുന്നു. ആദം നീ എവിടെയാകുന്നു എന്നത് ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെയും ലേഖനങ്ങളുടെയും ഒരു സമാഹാരമാണ്. അപ്പൊ നിയുക്ത കേരള മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അദ്ദേഹത്തിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ കൃതിയാണ് ആദം നീ എവിടെയാകുന്നു. പ്രമുഖ രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനുമായ VD സതീശന്റെ പ്രസംഗങ്ങളുടെയും ലേഖനങ്ങളുടെയും സമാഹാരമാണ് ആദം നീ എവിടെയാകുന്നു. ചോദിക്കാൻ ചാൻസ് ഉള്ള 90% ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. 2026 മെയ് മാസത്തിലാണ് ഈ ഒരു കൃതി പ്രകാശിപ്പിക്കുന്നത് എന്നുകൂടി ഓർക്കുക. അടുത്തത് നടൻ ഇന്ദ്രൻസിന്റെ കൃതിയാണ് ഇന്ദ്രധനുസ്. ആ പേരിൽ തന്നെ മനസ്സിലാക്കാം. ഇന്ദ്രധനുസ് എന്നത് നടൻ ഇന്ദ്രൻസിന്റെ കൃതിയാണ്. പ്രശസ്ത നടൻ ഇന്ദ്രൻസിന്റെ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന പുസ്തകം 2026 മെയ് മാസത്തിലാണ് പുറത്തിറക്കിയത്. മാതൃഭൂമി ബുക്സ്. അടുത്തത് രാജു ഡാനിയലിന്റെ ഒരു കൃതിയാണ് ആൻഡമാൻ ഓർമ്മകൾ. യാത്രാവിവരണമാണ്. യാത്രാവിവരണങ്ങളും അനുഭവങ്ങളും ചേർന്ന കൃതി 2026 പുതിയ റിലീസുകളിൽ ഒന്നാണ്. ആൻഡമാൻ ഓർമ്മകൾ, രാജു ഡാനിയൽ. അപ്പൊ 6 കൃതികൾ പറഞ്ഞു, ഓർത്തിരിക്കുക. എല്ലാം പ്രധാനപ്പെട്ടത്.
അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ച് മെയ് മാസം 18-ന് ക്ലാസ് ആരംഭിക്കുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച ക്ലാസ് ആരംഭിക്കുന്നു. ഇത്രയും കുറഞ്ഞ ഫീസിൽ 2799 എന്ന കുറഞ്ഞ ഫീസിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കോംബോ ബാച്ച് ആണ് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഫീസാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും ജോയിൻ ചെയ്യാൻ, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസാണ് ഇട്ടിരിക്കുന്നത്. മെയിൻസ് ബാച്ച് ആണ്, ഫുൾ സിലബസ് കവറേജ് ആണ്. മെയിൻസിന്റെ ഫുൾ സിലബസ് കവറേജ് 2 പരീക്ഷയുടെയും, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും 2 പരീക്ഷയുടെയും ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക് അത്രത്തോളം പ്രാധാന്യം നൽകി പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് കൂടെ തന്നെ കറണ്ട് അഫയേഴ്സും അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും പഴയ SCRTയും പുതിയ SCRTയും NCRTയും എല്ലാം കിട്ടുന്നതായിരിക്കും. സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് ക്ലാസ് പോകാൻ പോകുന്നത്. എന്റെ ഗൈഡൻസോടുകൂടി വിത്ത് എക്സാംസ്. മറ്റൊരു പ്രധാനപ്പെട്ട ബാച്ച് നമ്മുടെ LDCയുടെ പുതിയ ബാച്ച് ജൂൺ മാസം 1-ന് ക്ലാസ് ആരംഭിക്കുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഈ ഒരു ബാച്ച് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. LDCയുടെ ബാച്ച് 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. എല്ലാ കാര്യങ്ങളും ഒന്നും നിങ്ങൾ പുറത്തുനിന്ന് പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഫുൾ സിലബസ് കവറേജ് സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ കവർ ചെയ്യുന്നത്. എക്സാംസ് ഉണ്ടായിരിക്കും, ടോപ്പിക് വൈസും അതുപോലെ വീക്ക്ലി എക്സാമും മന്ത്ലി എക്സാമും എല്ലാം ഉണ്ടായിരിക്കും. ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്, അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സ്, പഴയ SCRT, പുതിയ SCRT, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, NCRT എല്ലാം ഉൾപ്പെടുന്ന പാക്കേജ് ആണ്. അപ്പൊ ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കുക, നിങ്ങൾക്കും സർക്കാർ ജോലി വാങ്ങി തരിക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്ന ബാച്ചാണ്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. സീറ്റുകൾ പരിമിതം മാത്രം, ഒരു 100 സീറ്റേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫില്ലാവുന്ന മുറയ്ക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ജൂൺ 1 തന്നെ ക്ലാസ് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാമേ. അതുപോലെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജുടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടും. ഐഫോണിലും യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത്, സൈബർ ഭീഷണികൾ നേരിടാൻ സൈബർ സുരക്ഷ .ai എന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംഘടനയാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി ആണ് സൈബർ സുരക്ഷ .ai എന്ന ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത് എന്ന് ഓർക്കുക. ഇമ്പോർട്ടന്റ് ചോദ്യം. അടുത്തത്, സുപ്രീം കോടതിയുടെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ചീഫ് ജസ്റ്റിസ് ഉദ്ഘാടനം ചെയ്ത പുതിയ പദ്ധതിയുടെ പേരെന്താണ്? 1 കേസ് 1 ഡേറ്റ. ഇപ്പൊ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? താഴെ നിന്ന് കമന്റ് ചെയ്യണേ. ഇപ്പൊ സുപ്രീം കോടതിയുടെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ചീഫ് ജസ്റ്റിസ് ഉദ്ഘാടനം ചെയ്ത പുതിയ പദ്ധതിയാണ് 1 കേസ് 1 ഡേറ്റ. ഓർക്കുമല്ലോ. അടുത്തത്, പ്രോജക്ട് ചീറ്റയെ കുറിച്ചാണ്. എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചോദ്യമാണ്. അടുത്തിടെ ഏത് രാജ്യത്ത് നിന്നാണ് മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലേക്ക് 2 ചീറ്റകളെ കൂടി എത്തിച്ചത്? ബോട്സ്വാനയിൽ നിന്നാണ്. ആദ്യഘട്ടത്തിൽ പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായി നമീബിയയിൽ നിന്നും ചീറ്റപ്പുലികളെ എത്തിച്ചു. രണ്ടാമത്തെ ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എത്തിച്ചു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ചീറ്റപ്പുലികളെ എത്തിച്ചിരിക്കുന്നത് ബോട്സ്വാനയിൽ നിന്നാണ്. അപ്പൊ ഇന്ത്യയില് ചീറ്റപ്പുലികൾക്ക് വംശനാശം സംഭവിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 1952-ലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 2022 പ്രോജക്ട് ചീറ്റ ആരംഭിക്കുന്നതും. ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ നിന്നും, മെയിനായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ചീറ്റപ്പുലികളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ചീറ്റയുടെ ശാസ്ത്രീയ നാമം എന്താ? അസിനോണിക്സ് ജുബാറ്റസ് എന്നതാണ് ചീറ്റയുടെ ശാസ്ത്രീയ നാമം. ഇന്ത്യയുടെ ചീറ്റ സ്റ്റേറ്റ് അല്ലെങ്കിൽ ടൈഗർ സ്റ്റേറ്റ് എന്നീ പേരുകളിലൊക്കെ, ലെപ്പേർഡ് സ്റ്റേറ്റ് എന്നീ പേരുകളിലൊക്കെ വിശേഷണമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ് ഓർക്കൂ. പ്രോജക്ട് ചീറ്റയുടെ നടത്തിപ്പ് ചുമതലയുള്ള ഏജൻസികൾ ഏതൊക്കെയാ? NTCA നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും WII വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഈ 2 ഏജൻസികൾക്കാണ് പ്രോജക്ട് ചീറ്റയുടെ നടത്തിപ്പ് ചുമതല ഉള്ളത്. ഓക്കെ, അപ്പൊ സെറ്റാണ്. അപ്പൊ അടുത്തിടെ ചീറ്റകളെ കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? ബോട്സ്വാന. എങ്ങോട്ടാ എത്തിച്ചത്? മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലേക്കാണ് എത്തിച്ചത് എന്ന് ഓർക്കുമല്ലോ. അടുത്തത്, ഡിജിറ്റൽ ആരോഗ്യ സേവനങ്ങൾ ഏകീകരിക്കുന്നതിനു വേണ്ടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു പുതിയ പോർട്ടൽ പുറത്തിറക്കി. ആ പോർട്ടലിന്റെ പേരാണ് സ്വസ്ഥ ഭാരത് പോർട്ടൽ. സ്വസ്ഥ ഭാരത് പോർട്ടൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഡിജിറ്റൽ ആരോഗ്യ സേവനങ്ങൾ ഏകീകരിക്കുന്നതിന് വേണ്ടി. അടുത്തത് പ്രധാനപ്പെട്ട ഒരു നിയമനമാണ്
CDS എന്നാൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇന്ത്യയുടെ പുതിയ CDS ആയി നിയമിതനായത് NS രാജസുബ്രഹ്മണ്യം. 2026 മെയ് മാസം ഇന്ത്യയുടെ പുതിയ CDS ആയി നിയമിതനായത് ആരാണ്? NS രാജസുബ്രഹ്മണ്യമാണ്. അടുത്തത് VB ജിറാംജിയെ കുറിച്ചാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. അതാണ് VB ജിറാംജിയുടെ ഫുൾ ഫോം. VB ജിറാംജി നടപ്പിലാക്കാൻ പോകുന്നത് 2026 ജൂലൈ മാസം 1 മുതലാണ്. ഏതിനു പകരം? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം 2026 ജൂലൈ മാസം 1 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതിയാണ് VB ജിറാംജി എന്നത്. VB ജിറാംജി. സെറ്റ് അല്ലേ? ഡേറ്റ് ഓർക്കുക, 2026 ജൂലൈ 1. പറയുന്നതൊക്കെ നിങ്ങൾ തലേ കയറുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ക്ലാസ് ഇരുന്ന് തന്നെ നിങ്ങൾ മാക്സിമം പഠിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുക. ഇത് പഠിക്കാൻ വേണ്ടി വേറെ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നോട്ട് ഉണ്ടായിരിക്കും. അതെടുത്ത് റിവിഷൻ അടിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ പൂർണ്ണ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി. കടലാസ് രഹിതം എന്ന് പറയുമ്പോൾ പേപ്പർലെസ്, ഫുൾ ഡിജിറ്റലൈസ് ചെയ്തു എന്നാണ് മീനിങ്. സിക്കിമാണ് ഇന്ത്യയിലെ ആദ്യ പൂർണ്ണ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി. ഏതാണ്? സിക്കിം. ഓക്കെ. അപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എല്ലാം കിട്ടിയല്ലോ. എല്ലാം പ്രധാനപ്പെട്ടതാണ്. കുറെ കൃതികൾ പറഞ്ഞിട്ടുണ്ട്. ആ കൃതികൾ ആദം നീ എവിടെയാകുന്നു? VD സതീശൻ എന്തായാലും ഇനി ചോദിക്കും. നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കൃതി എന്തായാലും ഓർത്തിരിക്കുക. മറ്റു പറഞ്ഞ ആൾക്കാരുടെ M മുകുന്ദന്റെ കൃതിയായാലും, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബെന്യാമിന്റെ ഒരു കൃതി പറഞ്ഞു തന്നില്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതാണ് ആ കൃതി? മൾബറി എന്നോട് നിന്റെ സ്ട്രോബെറിയെ കുറിച്ച് പറയൂ. അത് ആരാണ് രചിച്ചത്? ബെന്യാമിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ സെറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. നോട്ട് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. നോട്ട് എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ പ്രൊവൈഡ് ചെയ്ത് തന്നേക്കാം. നമ്മുടെ ബാച്ചുകളുടെ കാര്യം മറക്കണ്ട. ഹർഷിതം എജുടെക് ആപ്പിൽ LGS മുതൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് വരെയുള്ള ബാച്ചസ് അവൈലബിൾ ആണ്, കോഴ്സുകൾ അവൈലബിൾ ആണ്. യൂണിഫോം ജോബ് +2 ലെവൽ എല്ലാം ഉണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്യൂ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.